ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സെമസ്റ്റർ ഡിപ്ലോമ സ്റ്റുഡൻസിനുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേപ്പറിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന മോഡുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഫസ്റ്റ് മൊഡ്യൂളിലാണ് മോഡുലേഷൻ വരുന്നത്, അനലോഗ് മോഡുലേഷനും ആയിട്ടുള്ള, അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ ഒക്കെ വരുന്നത്. ആ മൊഡ്യൂളിൽ നിന്ന് സ്ഥിരമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും തന്നെ അത് അറ്റംപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഈസിലി ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഈ സിമിലർ ക്വസ്റ്റ്യൻസ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കുന്നത് തന്നെയാണ്. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ചോദ്യം ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റായിട്ട് വായിക്കണം. A transmitter radiates 8 kilowatt with the carrier unmodulated and 10.12 kilowatt when carrier is sinusoidally modulated. Calculate M. ഇങ്ങനെ ചോദ്യം കാണുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷെ ഒരു പ്രാവശ്യം കൂടി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്തൊക്കെയാണ് ഗിവൺ പാരാമീറ്റേഴ്സ് എന്ന് മനസ്സിലാക്കാം. ആദ്യം നോക്കാം. എ ട്രാൻസ്മിറ്റർ റേഡിയേറ്റ്സ് 8 kilowatts. വാട്ട്സ് എന്ന് കണ്ടാൽ തന്നെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ W കണ്ടാൽ തന്നെ അവിടെ എന്താണെന്ന് മനസ്സിലാക്കാം, പവറാണെന്ന് മനസ്സിലായി. ഇനി വിത്ത് കാരിയർ അൺമോഡുലേറ്റഡ്, അത് മോഡുലേഷൻ നടന്നിട്ടില്ല. അപ്പോൾ അതെന്തായിരിക്കും? PC ആയിരിക്കും. അത് എത്രയാണ്? 8 kilowatt. ആൻഡ് 10.12 kilowatts. അപ്പോൾ എഗെയിൻ അതും പവർ തന്നെയാണ്. വെൻ കാരിയർ ഇസ് സൈനുസോയിഡലി മോഡുലേറ്റഡ്. ഓക്കെ, സൈനുസോയിഡലി മോഡുലേറ്റഡ്. അപ്പോൾ AM ആണ്. അത് തന്നിരിക്കുന്നത് ട്രാൻസ്മിറ്റഡ് പവറാണ്. അത് 10.12 kilowatt. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? M എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ടേംസ് ഒക്കെ എഴുതി. ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. PT-ൻ്റെ ഇക്വേഷൻ, ട്രാൻസ്മിറ്റഡ് പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് PC × 1 + m² ഡിവൈഡഡ് ബൈ 2 ആണ്. ഈ ഇക്വേഷനിൽ എല്ലാവരും വരുത്തുന്ന ഒരു തെറ്റ്, ഈ 1 + m² കോമൺ ആയിട്ടിടും. അങ്ങനെയല്ല, 1 + m² / 2 ആണ്. ഈ ഇക്വേഷൻ മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് വേണ്ട പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. M ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. PT എന്ന് പറയുന്നത് 10.12 kilowatt ആണ്. കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ PC എന്ന് പറഞ്ഞാൽ 8 kilowatt. 8 × 10⁻³ × 1 + m² ഡിവൈഡഡ് ബൈ 2. ഇതിനെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 10.12 × 10⁻³ ഡിവൈഡഡ് ബൈ 8 × 10⁻³ എന്ന് വരും. ഇത് രണ്ടും വെട്ടിപ്പോവും. = 1 + m² / 2. കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1.265 എന്ന് കിട്ടും. = 1 + m² / 2. ഇനി ഒന്നിനെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 1.265 - 1 = m² ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 0.265 = m² / 2 എന്ന് വരും. അപ്പോൾ 0.265 × 2 ആണ് m² എന്ന് വരിക. അപ്പോൾ ഇവിടെ എന്ത് വരും? ഏകദേശം 0.5 = m² എന്ന് വരും. ഇത്രയും വരെ ഈവൻ കാൽക്കുലേറ്റർ കൊണ്ടുപോകാത്ത ഒരാൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 2 സിമ്പിൾ കാൽക്കുലേഷൻസ് ഉള്ളൂ, ഒരു ഡിവിഷനും ഒരു മൾട്ടിപ്ലിക്കേഷനും. ഇനി ഇതിൽ M എന്താ വരിക? M = √0.5 ആണ്. ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിനാണെങ്കിൽ നമ്മൾ 5 × 10⁻⁻1 വെച്ചിട്ട് 5ൻ്റെ റൂട്ടിൻ്റെ ഏകദേശം നിയറിങ് വാല്യൂ ഒക്കെ വെച്ച് ചെയ്യണം. അതെല്ലാം നമ്മൾ കാൽക്കുലേറ്റർ കൊണ്ടുപോകുന്ന എക്സാംസ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ അപ്രോക്സിമേറ്റ്ലി = 0.72 എന്ന് വരും. പെർസെൻറ്റേജിൽ എടുക്കുമ്പോൾ മോഡുലേഷൻ അപ്പോൾ എത്ര ശതമാനമായിരിക്കും? 72%. 72% ആണ് മോഡുലേഷൻ നടന്നത്. ഐഡിയൽ വാല്യൂ എത്രയാണ്? 100% അല്ലെങ്കിൽ 1 ആയിരിക്കും ഉണ്ടാവുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ചിലതിൽ എല്ലാ ടേംസും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, ചിലതിൽ 1-2 ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതി കോമൺ ആണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ഇക്വേഷനാണ്. ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ആയി കഴിഞ്ഞിട്ടുള്ള ഒരു സിഗ്നലിൻ്റെ ഫൈനലായിട്ടുള്ള ഇക്വേഷൻ. അതെന്തായാലും തിയറിയിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷൻ അറിയുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. ബോർഡിൽ ഞാൻ എഴുതിയിട്ടുള്ളതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള എസ് ഓഫ് ടി ഇതിൻ്റെ താഴെ എടുത്തെഴുതാം. ഇങ്ങനെ പകർത്തി എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇവിടെയും കോസ് ചോദ്യത്തിലും കോസാണോ നോക്കുക, ഇവിടെയും കോസ് ആണോ നോക്കുക. അത് സൈനോ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പം ഡയറക്റ്റായിട്ട് കമ്പാരിസൺ നടത്തിയാൽ ഇനിയിപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നോക്കി നോക്കൂ. ഇതിൽ നിന്ന് നമുക്ക് ടേംസ് കറക്റ്റായിട്ട് എടുത്തെഴുതാൻ പറ്റും. ആദ്യത്തെ എന്താണ്? എ സി, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ 20. ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും വോൾട്ടിലാണ് യൂണിറ്റ് എഴുതാം. അതാണ് ഫസ്റ്റ് കിട്ടിയ ടേം. ഇനി മോഡുലേഷൻ ഇൻഡെക്സ് എം 0.9. അടുത്തത് ഇവിടെ എഫ് എം, ഫ്രീക്വൻസി ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ എഫ് എം ഈക്വൽ ടു 10⁻³ ഹെർട്സ്. അടുത്ത എന്താ ഉള്ളത്? ഇവിടെ കാരിയറിൻ്റെ ഫ്രീക്വൻസി എഫ് സി ഈക്വൽ ടു 10⁻6 ഹെർട്സ്. ആവശ്യമായിട്ടുള്ള ടേംസ് എല്ലാം ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ള ഓരോ പാരാമീറ്റേഴ്സും ഓരോന്നായിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പെക്ട്രം വരയ്ക്കാൻ പോവാണ്. എ എമ്മിൻ്റെ സ്പെക്ട്രം. സ്പെക്ട്രം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു അപ്പർ സൈഡ് ബാൻഡും ഒരു ലോവർ സൈഡ് ബാൻഡും ഉണ്ടാവും. ഇവിടെ ഉള്ളതാണ് കാരിയർ ഫ്രീക്വൻസി. ഇത് എഫ് സി പ്ലസ് എഫ് എം ആണ്. ഇത് എഫ് സി മൈനസ് എഫ് എം ആണ്. എല്ലാ ടേംസും നമ്മളെ കയ്യിലുണ്ട്. ജസ്റ്റ് കാൽക്കുലേഷൻ നടത്തിയാൽ മതി. ഓക്കെ, എഫ് സി എന്ന് പറയുന്നത് 10⁻6 ഹെർട്സ് ആണ്. ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് 10⁻3 മാറ്റി വെക്കുക. അപ്പോൾ അത് 1000 കിലോ ഹെർട്സ് വരും. ഓക്കെ, എഫ് എം ഓൾറെഡി തന്നിട്ടുണ്ട് 10⁻3 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. അതായത് 1000 ഹെർട്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1 കിലോ ഹെർട്സ്. അപ്പോൾ രണ്ടും ഒരേ യൂണിറ്റിലേക്ക് വന്നു. അപ്പോൾ എഫ് സിയുടെ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? 10⁻6 1000 കിലോ ഹെർട്സ് എഴുതാം. അപ്പോൾ എഫ് സി പ്ലസ് എഫ് എം എന്താവും? 1000ൻ്റെ കൂടെ 1, അപ്പോൾ 1001 കിലോ ഹെർട്സ്. ഓക്കെ, ഇതിപ്പോൾ കിലോ ഹെർട്സിലേക്ക് കോമൺ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇവിടെ 1000 കിലോ ഹെർട്സ് എന്ന് കൊടുക്കാം. ഇനി ഇവിടെ എഫ് സി മൈനസ് എഫ് എം 1000ന്ന് 1 കുറക്കുമ്പോൾ 999 വരും. 999 കിലോ ഹെർട്സിന് വരും. ഓക്കെ, ഇനി രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് ബാൻഡ് വിഡ്ത്താണ്. ഈ എ എമ്മിൻ്റെ ബാൻഡ് വിഡ്ത്ത് അങ്ങനെ ബൈഹാർട്ട് ചെയ്തിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അയാൾക്കറിയാം ബാൻഡ് വിഡ്ത്ത് ഈക്വൽ ടു 2 ടൈംസ് എഫ് എം ആണ്. അപ്പോൾ 2 × 1 കിലോ ഹെർട്സ് ചെയ്താൽ മതിയാവും, വിച്ച് ഈസ് ഈക്വൽ ടു 2 കിലോ ഹെർട്സ്. ഇനി ചില ആൾക്കാർ ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 എഫ് എം എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ല. കാരണം എഫ് എമ്മിൻ്റെ ബാൻഡ് വിഡ്ത്തുമായിട്ട് കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ട്. പക്ഷെ ബാൻഡ് വിഡ്ത്തിൻ്റെ ഒരു കോമൺ ഇക്വേഷൻ എന്താണ്? ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു അപ്പർ സൈഡ് ബാൻഡിൻ്റെത് മൈനസ് എഫ് അപ്പർ സൈഡ് ബാൻഡ് മൈനസ് എഫ് ലോവർ സൈഡ് ബാൻഡ് ആണ്. ഈ ഇക്വേഷൻ അറിയുന്ന ആൾക്കും സുഖമായിട്ട് ചെയ്യാം. കാരണം നമ്മൾ ഓൾറെഡി സ്പെക്ട്രം വരയ്ക്കാൻ വേണ്ടി അപ്പർ സൈഡ് ബാൻഡും ലോവർ സൈഡ് ബാൻഡും കണ്ടുവച്ചിട്ടുണ്ട്. അത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് കാരിയർ പവർ ആണ്. പി സിൻ്റെ ഇക്വേഷൻ AC² / 2R ആണ്. ക്വസ്റ്റ്യനിൽ ഓൾറെഡി റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. AC എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 20 × 20 / 2 × റെസിസ്റ്റൻസ് 5 ആണ്. ഓക്കെ, ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ 40 വാട്ട്സിന് കാരിയർ പവർ കിട്ടും. പി സി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് ടോട്ടൽ പവറാണ്, അതായത് പി ടി. ഈ പി ടി അതുപോലെ പി ടിൻ്റെ ഇക്വേഷൻ ചിലർ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. പി ടി ശരിക്കും എന്താണ്? കാരിയറിൻ്റെ പവർ പ്ലസ് പവർ ഓഫ് ദ സൈഡ് ബാൻഡ് ആണ് അല്ലേ. അപ്പോൾ അതിൽ പി സി പ്ലസ് ഈ കാരിയറിൻ്റെ പവർ എന്ന് പറയുന്നത് m² PC/2 ആണ്. ഇങ്ങനെ പഠിച്ചവരുണ്ടാവും. അപ്പോൾ ഇതിന് നമ്മൾ കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുക്കുമ്പോൾ പി സി × 1 + m²/2 എന്ന് വരും. പി ടി ഈസ് ഈക്വൽ ടു ഈ ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചവരും ഉണ്ടാവും. ഇത് പഠിച്ചിട്ട് എ എമ്മിനും എഫ് എമ്മിനും അതിൻ്റേതായ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ വെച്ച് തന്നെ പി ടി ചെയ്യുന്നവരും ഉണ്ട്. അതല്ലെങ്കിൽ പി ടി ഫൈനൽ വാല്യൂ പഠിച്ചു വെക്കുന്നവരും ഉണ്ട്.
ഏത് രീതിക്ക് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, പി ടി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ ബൈ 2 വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എം പറഞ്ഞാൽ 0.9 ആണ് ഡിവൈഡഡ് ബൈ 2. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ ആൻസർ കിട്ടുന്നത് 56.2 വാട്ട്സ് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇനി അഞ്ചാമത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫിഷ്യൻസിയാണ്. അത് നമുക്ക് സൈഡ് ബാൻഡ് പവർ ആവശ്യമുണ്ട്. ടോട്ടൽ പവർ എന്ന് പറയുന്നത് പി സി പ്ലസ് പവർ ഓഫ് ദ സൈഡ് ബാൻഡ് ആണല്ലോ. അപ്പോൾ നമ്മളതിൽ പി ടി ഉണ്ട് 56.2 ഈക്വൽ ടു 40 പ്ലസ് പവർ ഓഫ് ദ സൈഡ് ബാൻഡ്. അപ്പോൾ പവർ ഓഫ് സൈഡ് ബാൻഡ് എന്ന് പറയുന്നത് 56.2 മൈനസ് 40 ആയിരിക്കും. അപ്പോൾ ഏകദേശം ആൻസർ എത്ര വരും? 16.2 വാട്ട്സിന് വരും. നെക്സ്റ്റ് നോക്കുക, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? പവർ ഓഫ് ദ സൈഡ് ബാൻഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പവർ ഇൻറ്റു 100 ആയിരിക്കും എഫിഷ്യൻസി എന്ന് പറയുന്നത്. 16.2 ഡിവൈഡഡ് ബൈ 56.2 ഇൻറ്റു 100. ഇത് ചെയ്യാം. എഫിഷ്യൻസി 28% എന്ന് കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയാം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫിഷ്യൻസി വൈസ് വളരെ മോശമാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. പക്ഷെ അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ചില കേസുകളിൽ, അതായത് മിലിറ്ററി ആപ്ലിക്കേഷൻസ്, എയർക്രാഫ്റ്റ്സിലൊക്കെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട എല്ലാ പാരാമീറ്റേഴ്സും കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൽ 1-2 ഇക്വേഷൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഞാൻ ഈ സ്ക്രീനിൽ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻസ് മാത്രം ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ.